മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗിലേക്കാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ വേരറുക്കാൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരത്തെ ലഹരി കച്ചവടക്കാരെ കണ്ടെത്തി പോലീസിനെ പിടിച്ചു നൽകി. മാതൃഭൂമി ന്യൂസിന്റെ ഓപ്പറേഷൻ ലുലു മാളിന്റെ എതിർവശത്ത് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് മാതൃഭൂമി ന്യൂസ് സംഘം കണ്ടെത്തിയത്. 3 ദിവസം സംഘത്തെ ഞങ്ങളുടെ സംഘം നിരീക്ഷിച്ചു. സ്ത്രീകളും യുവാക്കളും അടക്കം നിരവധി പേർ ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നവരാണ്. ഒടുവിൽ ഇന്ന് സിറ്റി പോലീസിന് ഞങ്ങൾ വിവരം നൽകി. ഡാൻസാഫും പേട്ട പോലീസും ചേർന്ന് ലഹരി കച്ചവടക്കാരായ അസം സ്വദേശികളെ പിടികൂടി. മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണം കാണാം ആദ്യം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ബൈപ്പാസ്, ആ കാണുന്നത് ലുലു ഷോപ്പിംഗ് മാൾ, അതിന് ഓപ്പോസിറ്റ് KH ഹോട്ടൽ, അതിന് തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ, അവിടെയാണ് മാതൃഭൂമി ന്യൂസ് ലഹരി സംഘത്തെ കണ്ടത്. കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങൾ ആ ലഹരി സംഘത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. 3 ദിവസമായി വൻപിച്ച കച്ചവടമാണ് ആ ലഹരി വിൽപ്പനക്കാരൻ്റെ സമീപം. സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ലഹരി വാങ്ങിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിനിടയിൽ ഒരു ടാങ്കർ ലോറിക്കാരനും അവിടെ വന്ന് സാധനം വാങ്ങിച്ച് പോകുന്നുണ്ട്. ഏതായാലും ഇന്നും അയാൾ അവിടെ ഉള്ളപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, അത് ലഹരി വിൽപ്പന തന്നെയാണ്, സ്ഥിരമാണ്, അവിടെ തന്നെ അയാൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന ആളാണ് എന്നുള്ള കാര്യം വ്യക്തമായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസിനെ കൂടി വിവരം അറിയിക്കാമെന്ന് ഉറപ്പിച്ചിട്ടാണ് വന്നത്. ആദ്യത്തെ ദിവസം നമ്മളെ ഞെട്ടിപ്പിച്ചത് സ്ത്രീകളടക്കമുള്ളവർ വന്നിട്ടാണ് ലഹരി വാങ്ങിക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ 2 സ്ത്രീകൾ വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പൊതി വാങ്ങി അത് ഈ അരയിൽ തിരികെ വെച്ചിട്ട് പോകുന്നത് കണ്ടു. അതിന് കൂടെ ഒരുപാട് പേർ, മറ്റ് യുവാക്കളൊക്കെ വന്ന് ലഹരി വാങ്ങിക്കുന്നത്. മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, മലയാളികളും ഈ ലഹരി തേടി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹലോ സാറേ, ഒരു കാര്യം പറയാൻ, അതായത് ലുലു മാളിൻ്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റ് KH ഹോട്ടൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു പറമ്പിൽ ലഹരി വിൽക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് പേര് വന്നിട്ട് അവൻ്റെ നിന്ന് പാക്കറ്റുകൾ വാങ്ങിച്ചു പോകുന്നു. പൈസ QR കോഡ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ വന്നാൽ അവനെ പിടിക്കാം. സിറ്റി ഡാൻസാഫിനെയാണ് വിവരം അറിയിച്ചത്. അവരിപ്പം വരാം എന്ന് ഏറ്റിട്ടുണ്ട്. ഉടൻ തന്നെ വരും. നമ്മൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സിറ്റി ഡാൻസ് ഓഫിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയിട്ടുണ്ട്. അയാളെ പരിശോധിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. പോലീസുകാർക്കൊപ്പം നമ്മളും ലഹരി വേട്ട നടത്തുകയാണ്. മാതൃഭൂമി ന്യൂസ്. ആദ്യം പിടിയിലായ ആ ലഹരി കച്ചവടക്കാരൻ്റെ കൂട്ടുകാരൻ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൈഡിൽ മാറി നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഉടൻ തന്നെ വന്ന് പോക്കറ്റ് തപ്പിയപ്പോൾ തന്നെ കയ്യിൽ നിരോധിത പാൻ മസാല അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിറ്റ പണം, അതിൻ്റെ ചില്ലറ പൈസകളും അയാളുടെ പക്കലുണ്ടായിരുന്നു. അയാളും ഇപ്പോൾ പോലീസിൻ്റെ, ഷാഡോ പോലീസിൻ്റെ സിറ്റി ഡാൻസ് ഓഫിൻ്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇയാളുടെ ഒരു വണ്ടിയുണ്ട്, ഒരു ആക്റ്റീവയിലാണ് ഇവർ രണ്ടുപേരും വന്നത്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ കണ്ടതാണ്. ഒരു ആക്റ്റീവ സ്കൂട്ടറിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ആക്റ്റീവയ്ക്കകത്ത് കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല ആക്റ്റീവ എവിടെയാണെന്നുള്ളത്. ആക്റ്റീവ ഇല്ലെന്നാണ്. പക്ഷേ ഹെൽമെറ്റ് അവിടെ കിടപ്പുണ്ട്. സാറേ വണ്ടി അവിടെ ഉണ്ട്. നമ്മുടെ ഡ്രൈവർ അവിടെ, അതിനകത്ത് സാധനമുണ്ട്. ഇവർ വന്നൊരു ആക്റ്റീവ സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി, അത് നമ്മുടെ ഡ്രൈവർ രാംദേവാണ് കണ്ടെത്തിയത്. അത് തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ഇതാണ് അവർ വന്ന ആ സ്കൂട്ടർ. അത് നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ മാറ്റി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ പോലീസ് ഇവിടെയും പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ലഹരി വിൽപ്പനക്കാരെയുമായി പേട്ട പോലീസ് പോവുകയാണ്. അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർ പരിശോധനകളും അന്വേഷണങ്ങളുണ്ട്. ഈ ലഹരിയൊക്കെ എവിടെ നിന്നാണ് ഒപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മളുടെ 3 ദിവസത്തെ
അന്വേഷണം പാഴായില്ല. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ലഹരിക്കടത്ത് സംഘത്തെയാണ് മാതൃഭൂമി ന്യൂസ് പിടികൂടി തൂഫാന്റെ ഭാഗമായി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ക്യാമറമാൻ പ്രേം ശശിക്കും ഡ്രൈവർ രാംദേവിനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.